പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിൻ്റെ 150-ാം സിനിമ. ഡയറക്റ്റഡ് ബൈ വിൻഡോ സ്റ്റീഫൻ, റിട്ടൺ ബൈ ഷാരിഖ് മുഹമ്മദ്. പടം അത്യാവശ്യം ഫാമിലി ഓഡിയൻസിന് ആസ്വദിക്കാൻ പറ്റിയ കോമഡി എൻ്റർടൈനറാണ്. ഓക്കെ, ഇതിലെടുത്ത് പറയേണ്ടത് മേക്കപ്പാണ്. കാരണം പ്രിൻസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ആൾ കോസ്റ്റ്യൂം ഡിസൈനറാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോഴേക്കും ഇതിൻ്റെ കോസ്റ്റ്യൂമും മേക്കപ്പും എല്ലാം നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഫുൾ എല്ലാ സീനിലെ മേക്കപ്പ്, ഓരോ ക്യാരക്ടറിനും കൊടുക്കേണ്ട രീതിക്കുള്ള മേക്കപ്പ് അത്യാവശ്യം ഗംഭീരമായിട്ട്, കോസ്റ്റ്യൂം ആണെങ്കിലും അതുപോലെ തന്നെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ചില ചെറിയ ചെറിയ ക്യാരക്ടർ ചെയ്യാൻ വരുന്ന ആൾക്കാർ. ഇപ്പോൾ സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈവറിൻ്റെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടർ ഒരു ഒറ്റ ഷോട്ടേ ഉള്ളു, ഒറ്റ സീനേ ഉള്ളു, അത് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ പോലും നല്ല ഗംഭീരമായി അവർ ചെയ്തിട്ടുണ്ട്. കോമഡി ആണെങ്കിലും ഫസ്റ്റ് ഹാഫിലാണെങ്കിലും സെക്കൻഡ് ഹാഫിലാണെങ്കിലും കോമഡീസ് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് സിനിമയിൽ. അതുപോലെ തന്നെ പിന്നെ സിദ്ദിഖിൻ്റെ ക്യാരക്ടർ, സിദ്ദിഖ് ഈ പ്രിൻസ് എന്ന് പറയുന്ന ദിലീപിൻ്റെ ക്യാരക്ടറിൻ്റെ അച്ഛൻ ക്യാരക്ടറാണ് സിദ്ദിഖ് ചെയ്യുന്നത്. അപ്പോൾ ആളുടെ ആണെങ്കിലും കുറച്ച് കോമഡിയും കുറച്ച് സീരിയസും കൂടിയിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, പറയണ്ടല്ലോ. അത്യാവശ്യം നല്ല ആൾ ചെയ്തിട്ടുണ്ട്. ബിന്ദു പണിക്കറിൻ്റെ ക്യാരക്ടർ അമ്മയാണ്, പ്രിൻസിൻ്റെ അമ്മയായിട്ടാണ് ബിന്ദു പണിക്കരെ കാണിക്കുന്നത്. ആളും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത്, ഇത് ദിലീപിൻ്റെ 150-ാം സിനിമ ആയതുകൊണ്ട് തന്നെ സിനിമയുടെ തുടക്കം അത് നമ്മുടെ എല്ലാം മനസ്സിൽ എന്താ പറയുക, ദിലീപ് എന്ന് പറയുന്നൊരു നമുക്കെല്ലാം ജനപ്രിയമാണ്. അത് നല്ല രീതിയിൽ കൊള്ളിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും നമ്മളുടെ കണ്ണൊന്നും നനയിപ്പിക്കുന്ന രീതിയിലും പടം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു വൺ ടൈം വാച്ചബിളാണ് ഇത്. ഇത് ഭയങ്കര ഗംഭീര സാധനമാണ്. ഇത് അങ്ങ് പോയി അപ്പുറത്തും അങ്ങനെയല്ല. നിങ്ങളുടെ മനസ്സ് ക്ലിയറാക്കി ഒരു ഒപ്പീനിയനും കേൾക്കാണ്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയനുമായി ഈ പടം കാണാൻ പോവുക, ആസ്വദിക്കുക, കൂടുതലൊന്നും ചിന്തിക്കാണ്ടിരിക്കുക. പടം തീർന്നു കഴിയുമ്പോൾ നിങ്ങളുടെ മാത്രം ഒപ്പീനിയൻ എന്താണെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, ആസ്വദിക്കാൻ. നിങ്ങളുടെ എല്ലാം എന്താണോ മറുപടി, എന്താണോ നിങ്ങൾക്ക് തോന്നിയത് അത് കമൻസിൽ പറയുക. ഓക്കെ, ഇതെൻ്റെ ഫസ്റ്റ് ഒപ്പീനിയൻ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.